അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പഠിതാക്കളെ, ഇന്ന് നാം എടുക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള 110-ാമത്തെ സൂറത്ത് സൂറ നസ്ർ ആണ് പഠിക്കാനിരിക്കുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സൂറത്ത് മദീനയിൽ അവതരിച്ചതാണ്. മദീനയിൽ അവതരിച്ച മറ്റ് രണ്ട് സൂറത്തുകൾ അമ്മ ജ്യൂസിന് താഴെയുള്ളത് 37 സൂറത്തുകളാണ് അമ്മ ജ്യൂസിലുള്ളത്. അതിൽ ഒന്ന് സൂറത്തു നസ്റും അതുപോലെ തന്നെ 98-ാമത്തെ സൂറത്തായ സൂറത്തു ബയ്യിനയും 99-ാമത്തെ സൂറത്തായ സൂറ സിൽസിലയും ഇദാ സുൽസിലത്തിലായിരുന്നു. ഇവ മൂന്നും മദീനയിലാണ് അവതരിച്ചത്. ബാക്കി 37-ൽ 34-ഉം മക്കയിൽ അവതരിച്ച സൂറകളാണ്. ഈ സൂറത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായി അവതരിച്ച ഒരു സൂറത്താണിത്. പൂർണ്ണമായി ഫുള്ളായിട്ട് എല്ലാ ആയത്തുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിച്ച ഒരു സൂറത്താണ് സൂറത്തു നസ്ർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ലാസ്റ്റ് കൊണ്ടുപോയി വെച്ചിട്ടുമില്ല. 114-ാമത്തെ ആയത്തിലല്ല വെച്ചത്, 110-ാമത്തെ സൂറത്തായിട്ടാണ് ഇത് വിശുദ്ധ ഖുർആനിൽ സ്ഥാനം നേടിയത്. അവസാനമായി അവതരിച്ച ആയത്തുകളുണ്ട്. അതായത് ഈ സൂറത്ത് നസ്ർ ഇറങ്ങിയ ശേഷവും ആയത്തുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ സൂറത്ത് അവതരിച്ച ശേഷം, അതായത് ഹിജ്റ 9-ാം വർഷത്തിന് ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചത് 10 വർഷമാണല്ലോ. അപ്പോൾ ഏതാണ്ട് അവസാനത്തെ, നബി മരിക്കുന്നതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ് ഈ സൂറ നസ്ർ ഇറങ്ങുന്നത്. പിന്നെ ഹജ്ജത്തുൽ വിദായിൻ്റെ സന്ദർഭത്തിലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സൂറ ഇറങ്ങിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇക്കൊല്ലം എൻ്റെ ചരമം ഉണ്ടാകും, ഞാൻ മരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 10-ാമത്തെ വർഷം മദീനയിൽ. അപ്പോൾ ഇക്കൊല്ലം എൻ്റെ ചരമം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഇത് കേട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ നല്ല കരഞ്ഞു, നല്ലവണ്ണം പൊട്ടിക്കരഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിമ നീ കരയണ്ട, എൻ്റെ കുടുംബത്തിൽ നിന്നും ആദ്യം എന്നെ കണ്ടുമുട്ടുന്നത് ഫാത്തിമയായിരിക്കും. അത് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഉമർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഇരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, എന്താ ഇത്ര ചെറിയ ഒരു കുട്ടിയെ ഈ സദസ്സിലേക്ക് വിളിച്ചത്? അതൊരു ബഹുമാനമില്ലാത്ത ഏർപ്പാടല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റു ചെറിയ കുട്ടികളെയും വിളിക്കണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ എന്ന് പറഞ്ഞു, ഈ ആളെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഇബ്നു അബ്ബാസിനെ അറിയാലോ സഹാബാക്കൾക്ക്. അപ്പം പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ ക്ഷണിച്ചത് അവർക്ക് എന്നെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കാനായിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചു. ഇബ്നു അബ്ബാസ് വിചാരിച്ചു എന്നെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ സദസ്സിലേക്ക് വിളിച്ചത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ആ സദസ്സിലുള്ള ആളുകളോട്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്ന് പറയുന്ന അള്ളാഹു പറഞ്ഞതിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു എന്ന് സദസ്സിനോട് ചോദിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സദസ്സിലുള്ള ആളുകൾ പറഞ്ഞു, അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ നാം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. വേറെ ചിലർ മൗനം അവലംബിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇബ്നു അബ്ബാസ്, താങ്കളുടെ അഭിപ്രായം എന്താണ്?
അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇതല്ല. അപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസ് ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുഷ് കാലാവധി അറിയിച്ചു കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോകുന്നു എന്ന സൂചന ഈ സൂറയിലുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതായത് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ അത് നിന്റെ അവധിയുടെ അടയാളമാണ്. അപ്പോൾ നിന്റെ റബ്ബിനെ സ്തുതിക്കാൻ വേണ്ടി പറയുകയാണ്. സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് നടത്തുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്തു കൊള്ളുക എന്നാണ് താല്പര്യം. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അപ്പോൾ സദസ്സിലുള്ള ആളുകൾക്ക് മനസ്സിലായി ഇബ്നു അബ്ബാസിൻ്റെ പാണ്ഡിത്യം വളരെ ഗഹനമായ ഒരു പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണെന്ന്. പിന്നെ ഈ സൂറത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. എന്താണത്? സൂറ തൗദീർ. തൗദീർ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രയയപ്പ്. അപ്പോൾ യാത്രയയപ്പിൻ്റെ സൂറ എന്നും ഈ സൂറത്ത് നസ്റിനെ പറയാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ ഇബ്നു അബ്ബാസിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇബ്നു അബ്ബാസിനുള്ളൊരു പേരാണ് ഇമാമുൽ മുഫസ്സിരീൻ. ഇമാമുൽ മുഫസ്സിരീൻ, പാണ്ഡിത്യത്തിൽ കാഠിന്യമുള്ള ഗാഠമായ പാണ്ഡിത്യമുള്ള ആൾ എന്നുള്ള അർത്ഥത്തിൽ ഇമാമുൽ മുഫസ്സിരീൻ എന്ന് ആരെ പേര് വിളിച്ചിരുന്നു? ഇബ്നു അബ്ബാസിനെ പേര് വിളിച്ചിരുന്നു. അപ്പം നമുക്ക് ഈ സൂറ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സൂറനെ ദ വിക്ടറി, വിജയം എന്ന പേരിലും അറിയപ്പെടുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. എന്താ നോക്കാം അതിൻ്റെ അർത്ഥം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ. ജാ എന്ന് പറഞ്ഞാൽ വന്നു, ഇതാ എന്ന് പറഞ്ഞാൽ ആൽ. ഇതാ ജാ എന്ന് പറഞ്ഞാൽ വന്നാൽ. എന്തു വന്നാലാ പറഞ്ഞത്? നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം. നസ്റുല്ലാഹ്. പിന്നെ അത്ഫിൻ്റെ വാവാണ്. നസ്റുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സഹായം മാത്രമല്ല, പിന്നെ വൽ ഫത്ഹ്, വിജയവും. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം. അപ്പം ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഇദാ ആൽ, ജാ വന്ന്, നസ്റുല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം, വൽ ഫത്ഹ് വിജയവും. അപ്പം അങ്ങനെ വന്ന് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്നായി ആ ആയത്തിൻ്റെ അർത്ഥം. ഓരോ നമ്മൾ എന്താക്കണം, പദങ്ങളും പിരിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഇദാ ജാ നസ്റുല്ലാഹ് വൽ ഫത്ഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിജയവും സഹായവും വന്ന് എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്? വറഅയ്തന്നാസ, വാ എന്നുള്ളത് അത്ഫിൻ്റെ വാവാണ്. അതായത് അത് വന്നാൽ ഇതും ചെയ്യണം എന്നർത്ഥം. റഅയ്ത, നീ കണ്ടാൽ. റഅയ്ത എന്താണ്? നീ കണ്ടാൽ. നാസ, ജനങ്ങളെ. അപ്പോൾ വറഅയ്തന്നാസ, ജനങ്ങളെ നീ കണ്ടാൽ, യദ്ഖുലൂന, പ്രവേശിക്കുന്നതായിട്ട്, അവർ പ്രവേശിക്കുന്നതായിട്ട് നീ കണ്ടാൽ. എന്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ്? ഫീ ഇൽ ദീനില്ലാഹി, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നതായി കണ്ടാൽ. എങ്ങനെയാ പ്രവേശിക്കുന്നത്? അഫ്വാജ, കൂട്ടമായി ജനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നതായും കണ്ടാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അപ്പം കണ്ടാൽ എന്ത് ചെയ്യണം? അപ്പോൾ അതിനൊരു ജവാബ് വേണമല്ലോ അവിടെ.
കണ്ടാൽ ഫസബ്ബിഹ്, അപ്പോൾ, ഫ എന്നാണ് അപ്പോൾ, സബ്ബിഹ്, നീ എന്താക്കണം, അള്ളാഹുവിനെ വാഴ്ത്തണം, നീ വാഴ്ത്തണം. ഫസബ്ബിഹ് ബി ഹംദ്, കൊണ്ട്, ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്തുതി കൊണ്ട് വാഴ്ത്തണം, സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തണം, സ്തുതിയോടുകൂടി വാഴ്ത്തണം. ആരെ? റബ്ബിക, നിന്റെ നാഥനെ. അപ്പം കൂട്ടം കൂട്ടമായി ജനങ്ങൾ ദീനിലേക്ക് പ്രവേശിക്കുന്നതായി കണ്ടാൽ, അള്ളാന്റെ സഹായവും വിജയവും വന്നാൽ നീ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഫസബ്ബിഹ്, അപ്പോൾ സബ്ബിഹ്, നീ സ്തുതിക്കുക, റബ്ബിക, നിന്റെ റബ്ബിനെ വാഴ്ത്തണം. പോരാ, വാ, പിന്നെയും പറഞ്ഞ് വാഴ്ത്തുകയും അസ്തഗ്ഫിര്, നീ എന്താക്കണം, അവനോട് പാപമോചനം തേടുകയും ചെയ്യണം. പാപമോചനം തേടുകയും ചെയ്യണം എന്നർത്ഥം. അസ്തഗ്ഫിറു, അപ്പോൾ ഒന്നെന്താ പറഞ്ഞത്? ഫസബ്ബിഹ് ബി ഹംദി, ഹംദ് ചെയ്യണം, സ്തോത്രകീർത്തനം ചെയ്യണം, പിന്നെന്താക്കണം, ഇസ്തിഗ്ഫാറും ചെയ്യണം, പാപമോചനം. ഇന്നു, നിശ്ചയമായും അവൻ, കാന, ആകുന്നു, തവ്വാബ, ഏറ്റവും അധികം പാപം മോചനം നൽകുന്നവൻ. അതായത് ഏറ്റവും അധികം പാപങ്ങൾ പൊറുക്കപ്പെടുന്നവനാണ് അള്ളാഹു. ഏറ്റവും അധികം എന്നാ പറഞ്ഞത്, തവ്വാബ, ജബ്ബാറ എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രകീർത്തനം ചെയ്തു കൊള്ളുക, അഥവാ തസ്ബീഹ് ചെയ്തു കൊള്ളുക, അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും അവൻ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഇതാണ് അതിൻ്റെ ജിസ്റ്റ്. അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലാകണമെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തിയായി. 10 വർഷക്കാലം മദീനയിൽ ജീവിച്ച സമയത്ത് ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് വിജയകരമായി ഏർപ്പെടുത്തി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയശ്രീ ലാളിതനായി. വിയോഗ വാർത്ത, അതായത് ഇനി കുറച്ച് സമയം കൂടി മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിച്ചിരിപ്പുണ്ടാവുള്ളൂ എന്നുള്ള വിയോഗ വാർത്തയും ഈ സൂറത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിനിധി സംഘങ്ങൾ കൂട്ടത്തോടെ ആരും പറയാതെ ദീനിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. മദീനയിലാണ് സംഭവം. അതുകൊണ്ട് ഇവിടെ ഈ വർഷത്തെ അതായത് ഹിജ്റ 9-ാം വർഷത്തിന് ശേഷമുള്ള ഈ വർഷത്തെ ആമുൽ വുഫൂദ് എന്ന് പറയുന്നു. ആമുൽ വുഫൂദ് എന്ന് പറഞ്ഞാൽ, ആമുൽ എന്ന് പറഞ്ഞാൽ വർഷം, വുഫൂദ് എന്ന് പറഞ്ഞാൽ പ്രതിനിധി സംഘങ്ങൾ വരുന്ന വർഷം, ആമുൽ വുഫൂദ്. അപ്പം എന്താണ് പ്രതിനിധി സംഘം? ആരാണ്? ഇസ്ലാമിലേക്ക് ജനങ്ങൾ, അവിശ്വാസികളായ മുശ്രിക്കുകളും അവിടുത്തെ അവിശ്വാസികളും ഒക്കെ കൂട്ടത്തോടെ ഇങ്ങനെ വന്നു ദീൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയുടെ ദൗത്യം ഇതാ പൂർത്തിയായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു കൊടുത്തു. പ്രയത്നങ്ങളെല്ലാം വിജയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാഴ്ത്തുവാനും സ്തുതിക്കുവാനും ഇസ്തിഗ്ഫാർ ചെല്ലുവാനും നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൽപ്പനക്രിയയായിട്ട് 3 വാക്കുകളാണ് വന്നിരിക്കുന്നത്. ഫസബ്ബിഹ്, നീ വാഴ്ത്തുക, ബിഹംദി, സ്തുതിക്കുക, വസ്തഗ്ഫിറു, പാപമോചനം തേടുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അപ്പോൾ ഈ സൂറത്ത് ഇറങ്ങിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് പറയാൻ തുടങ്ങി. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം ചെല്ലുന്നു, അള്ളാഹുവിനോട് പാപമോചനം തേടുകയും പാശ്ചാത്താപിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്നുള്ള ഈ വചനം കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തു, അവസാന കാലത്ത് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാറുണ്ടായിരുന്നു. റുക്കൂയിലും സുജൂദിലും പ്രാർത്ഥനയിലും നമുക്ക് ചെല്ലാൻ വേണ്ടി തന്നെന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക
അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ. അപ്പം റസൂലിൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്കും ഒരു ആയുസ് തന്നിട്ടുണ്ടല്ലോ. ഉത്തരവാദിത്വം നിങ്ങൾ പൂർത്തീകരിക്കാൻ നാം ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും എന്താണ് ചിന്തിക്കേണ്ടതുണ്ട്, വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ പോരാ, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം, മനസ്സിൽ പതിയണം. റസൂൽ പാപമോചനത്തിന് പ്രാർത്ഥിച്ചത് ചെറിയ തെറ്റുകൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതും കൂടി പൊറുക്കപ്പെടാൻ വേണ്ടിയാണ്. സത്യവിശ്വാസികളോടുള്ള കൽപ്പനയാണത്. ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നതിൽ വന്നുപോയ പാപമോചനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അർത്ഥം. ഉത്തരവാദിത്വത്തിൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി പരിഹരിക്കപ്പെടണം. നമുക്ക് തന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ, നിറവേറ്റാൻ നാം ശ്രമിക്കാറുണ്ടോ? അഥവാ ദഅവത്ത് നമ്മൾ നടത്താറുണ്ടോ? ഏതെങ്കിലും വിധത്തിലുള്ള ദഅവത്ത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് തൗദീഅ് എന്ന് പറഞ്ഞല്ലോ, യാത്ര യാപ്പിൻ്റെ സൂറത്താണിത്. എല്ലാ സമയവും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഇറങ്ങിയ ശേഷം ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്തിഗ്ഫാറിൻ്റെ സൂചനയുള്ള പ്രാർത്ഥനകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ സൂറത്തിൻ്റെ ജിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് നബിയെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ എന്ന് പറയാൻ വേണ്ടി പറയാം. ഇനി ഇതിലെ തജ്വീദ് നിയമങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാ എന്നുള്ളത് 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. ദാലിൻ്റെ ശേഷം ഒരു അലിഫുണ്ട്, 2 ഹർക്കത്ത് നീട്ടാം. ജാ ഒറ്റ പദമാണ്. ജാ എന്നുള്ളതിൻ്റെ മദ്ദുണ്ട്, അതിൽ തന്നെ ഹംസയുമുണ്ട്, ഒറ്റ പദവുമാണ്. മദ് മുത്തസിലാണ്. 4 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടണം. മദ് വാജിബ് എന്നും പറയുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹ് എന്നുള്ളത് ഇസ്മു ജലാലയാണ്, ഉയർത്തി ഉച്ചരിക്കണം. സ്വാദിൻ്റെ വിസിൽ സൗണ്ട് നസ്റുല്ലാഹ് വ്യക്തമായി കേൾക്കണം. വൽ ഫത്ത് വ എന്നുള്ളത് അത്ഫിൻ്റെ വാവാണ്. അതിനുശേഷം ഹംസത്ത് വസലുണ്ട്. ഹംസത്തുൽ വസലിനെ കൂട്ടി ഓതുമ്പോൾ നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് വ അൽ ഫത്ത് എന്ന് പറയാൻ പാടില്ല. വൽ ഫത്ത്, ഫത്ത് ഹ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താകണം, വിടണം. വൽ ഫത്ത്. പിന്നെ വാ വരുന്നത് വീണ്ടും അത്ഫിൻ്റെ വാവാണ്. അത് മുമ്പത്തെ ഇദാ ജാഅനോട് ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റഅയ്ത, റഅയ്ത വറഅയ്ത നാസ. നൂനിന് എന്തുണ്ട്? ഷദ്ദുണ്ട്. കട്ടിപ്പിച്ച് ഓതണം എന്നർത്ഥം, ഉന്നത്ത് വെക്കണം. റഅയ്ത വറഅയ്ത നാസ യദ്ഖുലൂന, ദാലിന് സുക്കൂനി, കൽക്കലയാണ് അവിടെ വന്നത്. യദ്ഖുലൂന കൽക്കല ഉസ്തയാണ്. യദ്ഖുലൂന ഫീ എന്നുള്ളത് എന്താക്കണം, നീട്ടണം. 2 ഹർക്കത്ത് കിട്ടിയാൽ മതി. ഫീ ദീനില്ലാഹി, ദീനില്ലാഹി എന്നാണ്. എന്തുകൊണ്ടാണ് ലാഹി എന്ന് പറഞ്ഞത്? അള്ളാഹി എന്ന് പറയാതെ ലാഹി എന്ന് പറയാൻ കാരണം അവിടെ ദീനി എന്ന് പറയുന്ന നൂനിന് എന്ത് വന്നിക്കണ്? കെസർ വന്നത്. അതുകൊണ്ടാണ് ദീനില്ലാഹി എന്ന് പറഞ്ഞത്. അപ്പം അള്ളാഹു എന്നുള്ള പദത്തിന് മുമ്പിൽ കെസർ വരുന്ന ഒരു അക്ഷരം വന്നാൽ അള്ളാഹു എന്നുള്ളത് എന്താവും? അല്ലാഹു എന്നാവും. അപ്പം ഇവിടെ ദീനില്ലാഹി അഫ്വാജ. ജീമിൻ്റെ മുകളിൽ ഫതഹ് തൻവീനാണുള്ളത്. 2 ഹർക്കത്ത് നീട്ടിയിട്ട് വെക്കണം. അഫ്വാജ മദ് ഇവളാണ്. ഫസബ്ബിഹ്, ഫസ സ സ സ സ എന്നുള്ള ശരിക്കും എന്താണ്? പിന്നെ സീനിനെ ശരിക്കും ഉച്ചരിക്കണം എന്നർത്ഥം. എന്തിൻ്റെ ഒരു വിസിൽ സൗണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. ഫിർ എന്നുള്ളത് ഫിർ എന്നല്ല. അവിടെ റാക്ക് എന്താണുള്ളതെന്ന് അറിയോ? റാക്ക് തഫ്ഹീമല്ല, തെർക്കീക്കാണ്. കാരണം
സുക്കൂനുള്ള റാൻ്റെ മുമ്പിൽ കെസറുള്ള അക്ഷരം വന്നാൽ അത് തെർക്കീക്കാവും, റാ തെർക്കീക്കാവും. അപ്പോൾ ഫിർ ഹൂ എന്ന് പറയണ്ട, ഫിർ അവിടെ ഒരു ചെറിയൊരു വഖഫുണ്ട് ജീമിൻ്റെ. ആ ജീമ് വെക്കൽ ജായിസാണെന്ന് കാണിക്കുന്നു. ഇന്നഹു നൂനിന് ശബ്ദുണ്ട്. ലമീറായ ഹാക്ക് ശേഷം കുഞ്ഞു വാവ് കാണാം. അത് 2 ഹർക്കത്ത് നീട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നഹു കാന തവ്വാബ. തവ്വാ എന്നുള്ളത് 2 ഹർക്കത്ത് നീട്ടണം. തവ്വാബ ബാ എന്നുള്ളത് 2 ഹർക്കത്ത് നീട്ടിയിട്ട് വെക്കണം. തവ്വാബ എന്നാണ്. ആ ബാൻ്റെ മുകളിൽ ചെറിയൊരു മീമ് കാണാം. തവ്വാബ എന്നുള്ള തൻമീൻ ഫത്തഹാനിലോ വരണ്ടേ. മീം എന്തിനായിട്ടത്? കൂട്ടി വീണ്ടും ബിസ്മിയിലേക്ക് ഓതുമ്പം തവ്വാബം ബിസ്മില്ല ഇഖ്ലാബാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ തവ്വാബ എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചാൽ മതി. കൂട്ടി ഓടുന്നവർക്കുള്ളതാണ് മറ്റേ ആ മീമ് മുകളിലിട്ടത്. ഇത്രയാണ് നമുക്ക് ഈ സൂറത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ സദുദ്യമങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമുക്ക് ഈ സൂറകളെല്ലാം തന്നെ പഠിച്ച് മനസ്സിലാക്കി തദബ്ബുർ ചെയ്യുന്നതിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.